ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുകയല്ലേ? മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. നാളെ മക്കളുടെ എല്ലാം സ്കൂൾ തുറക്കും. അതിനു മുമ്പായിട്ട് താണ്ടെ ഒരു ഓണസദ്യ കൂടി ഞങ്ങളുണ്ട് കേട്ടോ. അതിൻ്റെ വിശേഷങ്ങളാണ്. അപ്പച്ചിയുടെ സംഘത്തിലെ ഓണം സെലിബ്രേഷൻ ആയിരുന്നു ഞായറാഴ്ച. അപ്പോൾ നമുക്ക് ആ ഓണം സെലിബ്രേഷൻ്റെ വിശേഷങ്ങൾ നോക്കാം. എല്ലാ വർഷവും തിരുവോണത്തിൻ്റെ അന്ന് ഓണസദ്യയൊക്കെ ഉണ്ടാക്കാറുള്ളതാണ് ഞാൻ. എങ്കിൽ ഈ വർഷം എനിക്ക് തിരുവോണ ദിവസം ഓണത്തിൻ്റെ സദ്യ ഒരുക്കാൻ കഴിഞ്ഞില്ല. കാരണം കേക്കിൻ്റെ വർക്കും പിന്നെ എന്തോ ഒരു ചെറിയൊരു ജലദോഷം വന്നിട്ട് അതൊരു പനിയായി മാറി. വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പനിയായി തന്നെയാണ് കേട്ടോ മാറിയത്. അതുകൊണ്ട് തന്നെ ഓണം സെലിബ്രേഷൻ ഒന്നും അടിച്ചു പൊളിക്കാനായി നിന്നില്ല. അതുകൊണ്ട് തന്നെ ദാണ്ട് ഇന്നിവിടെ സംഘത്തിലെത്തി ഈ ഓണക്കളികൾക്കും ഓണപരിപാടികൾക്കും എല്ലാം കൂടി നല്ല സന്തോഷമായിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു പോയത്. രാവിലെ 9:30 തുടങ്ങിയ പരിപാടിയാണ് കേട്ടോ. ഞങ്ങൾ എത്തിയപ്പോൾ 11 മണിയോളമായി. ദാണ്ട് ഇവിടെ ചായ വിതരണമൊക്കെ ഉണ്ട്, ചായയും ബിസ്ക്കറ്റും. അങ്ങനെ ഇനി ഒരു ഓണസദ്യയൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഓണക്കളികളുണ്ട്. നമുക്ക് നോക്കാം ഓരോരോ വിശേഷങ്ങളായിട്ട്. ഒരുപാട് പേരൊന്നുമില്ല, കുറച്ച് പേരേ ഉള്ളൂ. 20 സംഘാംഗങ്ങളുടെ ഫാമിലി, കൊച്ചുമക്കൾ, പിന്നെ മക്കൾ, അങ്ങനെയുള്ളവരൊക്കെ മാത്രമേ ഉള്ളൂ. എല്ലാവരും തന്നെ എത്തിയിട്ടില്ല. ഇന്നത്തെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോള് ബക്കറ്റിനകത്ത് 3 പ്രാവശ്യം കറക്റ്റായിട്ട് ഇടുന്നവർക്കാണ് സമ്മാനം. അതല്ലെങ്കിൽ എണ്ണം അനുസരിച്ച് ആളെ സമ്മാനത്തിനായി തിരഞ്ഞെടുക്കും. അങ്ങനെ എല്ലാ വനിതകൾക്കും കൂടിയായിരുന്നു കേട്ടോ ആദ്യം നടന്നത്. ആരും തന്നെ മടിയൊന്നും കാണിച്ച് മാറി നിൽക്കുന്നില്ല കേട്ടോ. എല്ലാ ചേച്ചിമാരും മുന്നോട്ട് വന്ന് ബോൾ കളിക്കാനും എന്തിനാണെങ്കിലും എല്ലാവരും ഒത്തൊരുമയോടുകൂടി തന്നെ നിന്ന് കളിക്കും കേട്ടോ. ഇനി എൻ്റെ ഊഴമാണ്. ഞാൻ ഈ ബോളുകളിൽ തോറ്റു പോയിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ ഒറ്റ പ്രാവശ്യമേ കറക്റ്റ് ആ ഒരു ബക്കറ്റിൽ വീണുള്ളൂ. ബാക്കി രണ്ടും വെളിയിലേക്ക് തന്നെയാണ് എറിഞ്ഞു കളഞ്ഞത്. പിന്നീട് അത് കുട്ടികൾക്കായിരുന്നു, പിന്നീട് നമ്മുടെ ചേട്ടന്മാർക്ക്, അങ്ങനെ ഓരോരുത്തരായിട്ട് മാറി മാറി പുരുഷന്മാരെ, സ്ത്രീകളെ, കുട്ടികളെ, അങ്ങനെ ഇങ്ങനെ മാറി മാറിയായിരുന്നു ഈ ഗെയിം നടന്നത്. കഴിവതും ചുറ്റിനും നിന്ന് എല്ലാവരെയും തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടികളെല്ലാം നടന്നത്. ചെറിയ രീതിയിൽ ഒരു 3-4 ഗെയിമേ ഉണ്ടായിരുന്നുള്ളൂ. യഥാർത്ഥ ശംഭു ആരാന്ന് ഇപ്പൊ കാണിച്ചു തരാം അല്ലേ? ശിക്കാരി ശംഭു അല്ലെന്നുള്ളതിന്റെ അടുത്ത വർഷം പോലെ ഇത് കണ്ടുപിടിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് കസേരകളിയായിരുന്നു കേട്ടോ. വനിതകൾക്ക് കസേരകളിയൊക്കെ ഉണ്ടായിരുന്നു. ഈ സമയം ഫത്താഹിനെ പള്ളിയിൽ നിന്ന് വിളിക്കാനായിട്ട് ഞാൻ പോയിരുന്നു. അതുകൊണ്ട് തന്നെ വനിതകളുടെ കസേരകളി നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇനി ഇതാ ഇവിടെ പുരുഷന്മാരുടെ കസേരകളിയാണ്. ഇതിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ കുട്ടികളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 10 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികളെ ഇവരുടെ കൂടെ തന്നെയാണ് കസേര കളിപ്പിക്കുന്നത്. അടിപൊളി കസേരകളിയായിരുന്നു കേട്ടോ. ഒന്ന് കണ്ടതിൽ ഏറ്റവും നല്ല കസേരകളി എന്നൊക്കെ പറയണം. അപ്പം നല്ല വാശിയേറിയ മത്സരവും അങ്ങനെയൊക്കെ അടിപൊളിയായിട്ട് കസേരകളി അവിടെ കഴിഞ്ഞു അവരുടേത്. ഇനി കുഞ്ഞു മക്കളുടെ കസേരകളിയാണ്. അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് മക്കളേ ഉള്ളൂ കേട്ടോ, കുഞ്ഞു മക്കൾ. അപ്പോൾ അതുകൊണ്ട് അവർ തയ്യാറായി വന്നിരിപ്പുണ്ട്. ആ കൂടെ താണ്ട ഫത്താഹും പങ്കെടുത്ത് കേട്ടോ. ഫത്താഹും അങ്ങനെയാണ്, പരിപാടിക്കെല്ലാം ചാടി ചാടി നിൽക്കും. തോറ്റു പോകുന്നൊന്നും അവന് കാര്യമല്ല കേട്ടോ. അവൻ അടുത്ത കളിക്ക് പിന്നെയും ചാടി ഇറങ്ങും. അപ്പം അവൻ തോറ്റു എന്നോർത്ത് മാറി നിൽക്കുകയോ സങ്കടപ്പെടുകയോ ഒന്നും ചെയ്യല. ഒരു ഗെയിമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവന് പിന്നെയും കളിച്ചോളും. കഴിഞ്ഞ വർഷമൊക്കെ ഓണപരിപാടിക്ക് തോറ്റു പോകുമ്പോഴത്തേന് കരയുമായിരുന്നു. അതുകൊണ്ടാണ് ഇതിനെടുത്ത് പറഞ്ഞത് ഈ പ്രാവശ്യം അവൻ ഗെയിമാണെന്ന് മനസ്സിലാക്കി കളിക്കുന്നുണ്ടെന്ന്. കുട്ടികളുടേതും അടിപൊളി മത്സരമായിരുന്നു കേട്ടോ. അപ്പം നല്ല മിടുക്കി കുട്ടികളും ചുണക്കുട്ടികളും ഒക്കെ കാണേണ്ടത് തന്നെയാണ്. അവർ കസേരയെ ലക്ഷ്യമാക്കി ദാണ്ട കസേര കളിച്ച് ഒരാൾ ഫസ്റ്റും അടുത്തയാൾ സെക്കൻഡും കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ഗെയിമാണ് ബോൾ പാസിങ്. അപ്പോൾ അത് ആദ്യം വനിതകളുടെയാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ കസേര കളിക്ക് ഞാനിവിടെ ഇല്ലാഞ്ഞതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ കസേര കളിക്കൊക്കെ കയറുന്നതാണ്. ദാണ്ട ഇവിടെ ബോൾ പാസിങ് നടക്കുമ്പോൾ എല്ലാവരുടെയും കൂടെ തന്നെ വട്ടത്തിൽ ഞങ്ങളും കയറി കേട്ടോ. ഇതൊക്കെ ഒരു രസമല്ലേ. പിന്നെ വിജയത്തിൻ്റെ മുന്നോടിയാണ് തോൽവി എന്ന് പറഞ്ഞ് ആ ഒരു രീതിയിൽ നമ്മൾ തോൽവിയൊക്കെ സമ്മതിക്കും. ഞാൻ വീഡിയോ ഓടിച്ചു വിടുന്ന മറ്റൊന്നും കൊണ്ടല്ല, നമുക്ക് നല്ല താമസം വരും ഗെയിം ആയതുകൊണ്ട് തന്നെ. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ കുറച്ച് ഭാഗം ഞാൻ ഓടിച്ച് വിട്ട് കൊടുക്കുന്നത്. കുറച്ച് ഭാഗമല്ല, കളികൾ കൂടുതൽ ഓടിച്ചോടിച്ച് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ ഒക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി ഈ ബോൾ പാസിങ് മത്സരത്തിൽ നമുക്കൊരു പാട്ടിട്ട് തരും. ആ പാട്ട് നിൽക്കുമ്പോൾ ആരുടെ കയ്യിലാണോ ബോൾ ഇരിക്കുന്നത് അവരാണ് ഔട്ടായി പോകുന്നത്. അങ്ങനെയാണ് കേട്ടോ ഗെയിം.
ബോൾ താഴെ പോവാതെയും ശ്രദ്ധിക്കണമെന്നുണ്ട്. അപ്പം പാട്ടിന് ഇടയ്ക്ക് തന്നെയാണ് ഇത് താഴെ പോയത്. അതുകൊണ്ട് ആരെയും തന്നെ ഔട്ടാക്കിയില്ല. അവരെടുത്ത് പറഞ്ഞിരുന്നു താഴെ പോയപ്പം ഇനി താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മത്സരത്തിൽ നിന്ന് ഔട്ടാക്കുമെന്ന്. അങ്ങനെ ഫസ്റ്റും സെക്കൻഡും മാത്രമേ ഉള്ളൂ കേട്ടോ ഈ മത്സരത്തിൽ സമ്മാനം കിട്ടുന്നത്. ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫസ്റ്റിനും സെക്കൻഡിനും വേണ്ടി മത്സരിക്കുകയാണ്. ബോൾ പരസ്പരം ഇട്ട് കൊടുത്തായിരുന്നു ചെയ്യേണ്ടത്, നമുക്കറിയില്ലായിരുന്നു കേട്ടോ. പിന്നീട് കളിച്ച കുട്ടികളൊക്കെ അങ്ങനെ ഇട്ട് കൊടുത്താണ് കളിച്ചത്. നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിക്കൊണ്ടേയിരുന്നു. എന്തായാലും പാട്ട് നിന്നപ്പം ചേച്ചിയുടെ കയ്യിലായിരുന്നു കേട്ടോ ബോൾ. അതുകൊണ്ട് തന്നെ ഇവിടെ ഫസ്റ്റ് വാങ്ങിച്ചിരിക്കുന്നത് ഞാനാണ്. സ്ത്രീകളുടെ മത്സരത്തിന് ശേഷം പിന്നീട് വേണ്ട പുരുഷന്മാരുടെ മത്സരമായിരുന്നു. ഇത് നല്ല വാശിയേറിയ മത്സരമായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു ഈ മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ, തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞാൻ പറഞ്ഞില്ലേ പാട്ടിട്ടുകൊണ്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ വോയിസ് കേൾപ്പിക്കാൻ പറ്റത്തില്ലാത്തത്, നമുക്ക് മ്യൂട്ട് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റും സെക്കൻഡും അവിടെയും കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കുട്ടികൾക്കായിട്ടുള്ള മത്സരമാണ്. അവിടെ ഫത്തഹ് കയറിയിട്ടുണ്ട് കേട്ടോ കളിക്കാൻ. ഞാൻ പറഞ്ഞില്ലേ അവന് ഇഷ്ടമാണ് കളിക്കാനായിട്ട്. അവിടെയും കയറിയെങ്കിലും ഇടയ്ക്ക് വെച്ച് ഔട്ടായി. അപ്പോൾ വളരെ ലളിതമായ രീതിയിൽ കുറച്ച് കളികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇതോടുകൂടി ഈ കളികളെല്ലാം അവസാനിച്ചിരുന്നു. ഇതെല്ലാം കഴിഞ്ഞതായിട്ട് പാട്ട് പാടാനായിട്ട് ഓരോരുത്തർക്കായിട്ട് അവസരം കൊടുത്തു. പാട്ട് പാടാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും തന്നെ അവസരം കൊടുക്കുന്നുണ്ടായിരുന്നു. ഫത്തഹ് പോയി മൈക്ക് ചോദിച്ചു വാങ്ങി. അവനും പാടാനായിട്ട് റെഡിയായി കേട്ടോ. അങ്ങനെ കുറച്ച് പേര് കൂടെ ഒക്കെ പാട്ട് പാടിയിട്ട് എല്ലാവരുടെയും വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതാണ്. ഇതെല്ലാം കഴിഞ്ഞ് സമ്മാനദാനമായിരുന്നു. സമ്മാനം വാങ്ങിച്ച കുട്ടികൾക്കുള്ള. അതുപോലെ തന്നെ നമ്മളിവിടെ പാട്ട് പാടിയവർക്കും പിന്നെ മൈക്ക് ചോദിച്ച് വാങ്ങി ഫത്താഹ് പാട്ട് പാടിയത് കൊണ്ട് അവനും അവർ ചെറുതായിട്ടൊരു സമ്മാനം കൊടുത്തു. ചെറുതാണെങ്കിലും നമുക്കൊരു സമ്മാനം കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷത്തിന് കാരണങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും നമ്മൾ കഴിവതും പ്രയോജനപ്പെടുത്താൻ നോക്കണം. നമ്മൾ മടിച്ച് മാറിയൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ അവസരങ്ങളാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഏകദേശം ഓണാഘോഷങ്ങളൊക്കെ ഇന്നത്തോടുകൂടി കഴിഞ്ഞ് നാളെ നമുക്ക് കുട്ടികളെയൊക്കെ സ്കൂളിലേക്ക് അയക്കാനും ബാക്കിയുള്ള തിരക്കുകളിലേക്കൊക്കെ കടക്കും. ഇവിടെ സമ്മാനദാനങ്ങളും പരിപാടികളും എല്ലാം കഴിഞ്ഞൊരു അടിപൊളി ഓണസദ്യയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വർഷം ഓണസദ്യ കഴിച്ചില്ലെന്നുള്ള പരാതിയൊക്കെ മാറിക്കൊണ്ട് തന്നെ ദാണ്ട് ഇവിടെ ഒരു അടിപൊളി ഓണസദ്യ ഉണ്ടായിരുന്നു. ഓണത്തിൻ്റെ വിശേഷങ്ങളും ഓണസദ്യയൊക്കെ കാണിക്കാനായിട്ട് വളരെ താമസിച്ചു എന്ന് എനിക്കറിയാം. എങ്കിലും താമസിച്ചാണ് ഞാൻ ഈ സദ്യ ഉണ്ടത്. അപ്പോൾ ഈ സദ്യ ഉണ്ട ദിവസം നിങ്ങളുമായിട്ട് കുറച്ചൊക്കെ വിശേഷങ്ങൾ പങ്കുവെച്ച് പോയതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.